ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ എളുപ്പം, നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ നല്ല പോലെ കഴുകി അല്പം മീഡിയം സൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് ഇടാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം തന്നെ മല്ലിയും കൂടെ ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം തന്നെ പെരുംജീരകവും കൂടെ ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ ഇവ ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 6-7 ഉണക്കമുളകും കൂടെ ഇടാം. ഇനി ഇതിനെല്ലാം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നിങ്ങൾ ഉണക്കമുളക് എടുക്കുമ്പോൾ നിങ്ങളടുത്ത് പിരിയൻ മുളക് ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതാവുമ്പോൾ നമുക്ക് നമ്മുടെ ഗീ റോസ്റ്റിന് പ്രത്യേകിച്ചൊരു റെഡിഷ് കളറൊക്കെ കിട്ടും. ഇപ്പോൾ ഇത് നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇതിനെ വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറും ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി നെയ്യൊക്കെ മുകളിൽ തെളിഞ്ഞ് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവിയൊക്കെ നല്ല പോലെ തിക്കായി റോസ്റ്റായി വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റോളം സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി ഗ്രേവിയൊക്കെ നല്ല പോലെ തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം കറിവേപ്പിലയും അതുപോലെ ഒരു 1/2 കപ്പോളം തൈരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു ഡിഷാണ്. വളരെ എളുപ്പം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ചിക്കൻ്റെ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.